എടുത്തതല്ലേ? മലനോസിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീഡ് വളർത്തി കഴിഞ്ഞാൽ വേറൊരു ബ്രീഡ് നമുക്ക് വളർത്താൻ തോന്നത്തില്ല. ഒരു നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഡോഗാണ്. നമുക്കിപ്പം മറ്റു ഡോഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം, ശബ്ദം, അങ്ങനെ എന്തെങ്കിലും വേറെ ആനിമൽസ്, വേറെ ആൾക്കാർ വന്നിരുന്നാലും ഇവരത് പോയി നോക്കും. മറ്റുള്ള ബ്രീഡ്സിനെ പോലെയല്ല, അവരെ ഒന്ന് പേടിച്ച് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ റോട്ട്വെയിലറിനൊക്കെ എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. മലനോസിനെ സംബന്ധിച്ച് അത് വന്നിട്ടില്ല. നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഡോഗാണ്. അവരവരുടെ ക്യാരക്ടർ തന്നെ കാണിക്കുന്നുണ്ട്. ഷൈ ആവത്തില്ല. ആൾക്കാരെ ഇപ്പം, അതായത് നമ്മൾ ഈ ഡോഗ് കാണുമ്പോൾ വെച്ചാൽ ലീനായിട്ടിരുന്നാലും പക്ഷെ ഭയങ്കര ആ ഒരു കോൺഫിഡന്റ് ഉള്ള ഡോഗ്. അതെ. ഇവരുടെ ബോഡി സ്ട്രക്ചർ അങ്ങനെ ഇരിക്കത്തുള്ളൂ, ലീനായിട്ടേ ഇരിക്കത്തുള്ളൂ. നമ്മളപ്പോൾ എത്ര ഫുഡ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇവരെ ഫാറ്റി ആക്കി കഴിഞ്ഞാൽ അവരത് മോശമായി പോവേ ഉള്ളൂ. നമ്മൾ അവരുടെ പെർഫെക്ഷൻ അനുസരിച്ചുള്ള ബോഡി സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്കിപ്പം അരുണിന്റെ ഇപ്പം വീട് എങ്ങനെ കേജിനകത്തിട്ടാണ് വളർത്തുന്നത്? അത്യാവശ്യം കോമ്പൗണ്ട് അഴിച്ചിട്ടാണ് ഈ ഒരു ഡോഗിനെ വളർത്തുന്നത്? കേജിനകത്തിട്ടാണ് ഞാൻ വളർത്തുന്നത്. എനിക്ക് കോമ്പൗണ്ട് കുറവാണ്, പക്ഷെ ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്.